എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ Sandra S Nair. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫോർച്യൂൺ ടെല്ലറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ളൊരു കളർ പേപ്പറോ അല്ലെങ്കിൽ സാധാ ഒരു പേപ്പർ എടുത്താൽ മതി. ഇതേപോലെ മടക്കിയെടുക്കുക. അതിന് ശേഷം അത് മടക്കിയെടുത്ത ആ ഒരു ഭാഗം മാത്രം മതി. ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് ബാക്കി വരുന്ന അത് നമുക്കിനി യൂസില്ല, അപ്പോൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാനിപ്പോൾ അതാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ലവണ്ണം അമർത്തി നല്ലവണ്ണം മടക്കിയെടുക്കുക. അമർത്തിയല്ല, നല്ലവണ്ണം മടക്കിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് തെറ്റിയതാണ്, അങ്ങനെയല്ല മടക്കുന്നത്. അപ്പോൾ എന്തായാലും അതേപോലെ മടക്കാനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ വെട്ടാൻ നേരത്തെ മടക്കില്ലേ, അതേപോലെ തന്നെ തിരിച്ചും അതേപോലെ തന്നെ നമ്മൾ മടക്കണം. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ മടക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ നേരത്തെ തെറ്റിച്ചതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ മടക്കിയെടുക്കുക. രണ്ട് സൈഡും മടക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും മടക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ കാണും. അതേപോലെ കാണുന്നത് നമുക്ക് ഇതേപോലെ മടക്കാനും പറ്റും. അതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ നല്ലവണ്ണം മടക്കിയെടുക്കുക. നല്ലവണ്ണം പ്രസ് ചെയ്യണം കേട്ടോ, ഇല്ല അതത്ര നന്നായിട്ട് ഇരിക്കത്തില്ല. നല്ലവണ്ണം നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം മടക്കാനായിട്ട്. അപ്പോൾ ഞാൻ 4 സൈഡും മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അതിനുശേഷം പുറകു ഭാഗത്ത് ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഈ 4 സൈഡിലും ഇങ്ങനെ മടക്കാൻ പറ്റും. ആ 4 സൈഡ് നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇപ്പോൾ ഇതും കൂടെ ഉള്ളു, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഗ്ലൂ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇതേപോലെ നല്ലോണം മടക്കിയെടുക്കുക. അതിൻ്റെ പുറകുവശം നിങ്ങൾ നോക്കിക്കേ, ഇതേപോലെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കണം. അത് ഞാൻ മടക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം മടക്കിയെടുത്തു. ഇങ്ങനെ മടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത്. ഞാൻ അതങ്ങനെ പിടിക്കുന്നതെന്നും കൂടെ കാണിക്കുകയാണ്. ക്യാമറയ്ക്കകത്ത് അത്ര നന്നായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫിംഗർ കയറ്റണം. ഇപ്പോൾ 2 കൈയുടെയും ഫിംഗർ അതേപോലെ കയറ്റണം. ഈ മടക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കയറ്റാൻ പറ്റും. അല്ലാതെ മടക്കില്ലാതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കയറ്റാൻ പറ്റത്തില്ല, കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ കയറ്റി. അപ്പോൾ ഞാൻ കളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെയാണ് കളിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ഫോർച്യൂൺസൊക്കെ ഇങ്ങനെ എഴുതാം. എഴുതിയതിന് ശേഷം കാണിച്ചു തരാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതേപോലെ കളേഴ്സാണ് എഴുതിയിരിക്കുന്നത്. പിങ്ക്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് ലെറ്റേഴ്സാണ് എഴുതിയിട്ടുള്ളത്. കുറേ ലെറ്റേഴ്സ്, എനിക്കിഷ്ടമുള്ള കുറച്ച് ലെറ്റേഴ്സാണ്. അതിനുശേഷം അത് തുറക്കുമ്പോൾ നമുക്ക് കുറേ ഫോർച്യൂൺസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം. അപ്പം ഞാൻ തന്നെ ഒന്ന് കളിച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഫോർച്യൂൺ ടെല്ലർ ഒന്ന് കളിച്ച് നോക്കാം. നല്ല രസമാണ് കേട്ടോ, ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല രസമാണ് കളിക്കാനായിട്ടൊക്കെ. ഓക്കെ, ഇതേപോലെ ഇരിക്കും. അപ്പം ഏതെങ്കിലും ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പിങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് തുറന്നിട്ട് ഞാൻ ഏത് 2 ലെറ്റേഴ്സാണ് വന്നതെന്ന് കാണിച്ചു തരാം. ഒന്ന് എയും പിന്നൊന്ന് വിയും ആണ്. അപ്പോൾ എയും വിയും ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എ ആണ്. അപ്പോൾ ഞാൻ എയുടെ പിന്നിൽ എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ക്രാഫ്റ്റ് ക്വീൻ. അപ്പം ഞാൻ ക്രാഫ്റ്റ് ക്വീൻ ആണെന്നാണ് അതിനകത്ത് ഫോർച്യൂൺ ടെല്ലറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഇതേപോലെ കാണിക്കാൻ കണ്ടു. ഇത് നല്ല രസമാണ് കളിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.